ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങയും കൂടെ ചേർത്ത് അപ്പം ആവിയിൽ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പത്തിന് ഉപയോഗിക്കുന്ന അതേ ചേരുവകൾ കൊണ്ട് ഒട്ടും എണ്ണമയമില്ലാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്ന 4 മണി പലഹാരമായിട്ടും നൈവേദ്യമായിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു 1.5 ഗ്ലാസ് ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ അലിയിപ്പിച്ചതാണ്. അതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ശർക്കര വെള്ളത്തിലിട്ട് അലിയിപ്പിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ കട്ടയില്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ടി ശകലമൊന്ന് അയവിൽ വരുത്തിയെടുക്കുക. ഒരുപാട് വെള്ളം പോലെ ആകണ്ട, ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ഒഴിച്ച് കലക്കിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ബേക്കിംഗ് പൗഡർ ഇടാതെ നമുക്കിതേ കൂട്ട് ചെയ്യാം. അതിൻ്റെ ടെക്സ്ചർ ശകലം ഒന്ന് മാറുമെന്നേ ഉള്ളൂ. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്, തേങ്ങാക്കൊത്തും ചേർക്കുന്നുണ്ട്, ചിരകിയ തേങ്ങയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യിലാണ് 2 തേങ്ങാക്കൊത്തും തേങ്ങയും വറുത്തെടുത്തിരിക്കുന്നത്. ആ ഒരു നെയ്യും അല്ലാതെ ഇനി ഇഡ്ഡലി തട്ടിൻ്റെ പ്ലേറ്റ് തടവാനായിട്ട് ശകലം നെയ്മയം മാത്രമാണ് ഈ കേക്കിലേക്ക് ചേർത്തിരിക്കുന്നത്. അല്ലാതെ എണ്ണയോ നെയ്യോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്കിത് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. തട്ടത്തിൽ എണ്ണ ശകലം ഒന്ന് തൂവിയതിന് ശേഷം മാവ് ഒഴിച്ച് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുക്കാം. ഇതുപോലെ മാവ് ശകലം കട്ടിക്കിരിക്കണം, ഒരുപാട് വെള്ളമായെങ്കിൽ പരന്നു പോവും. കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അയവിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. അതിൻ്റെ മുകളിൽ അലങ്കരിക്കാനായിട്ട് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും കൊത്തും വെച്ച് അലങ്കരിക്കുക. കാണാൻ കുറച്ചും കൂടെ ഭംഗി കാണും. ഇതുപോലെ അലങ്കരിച്ചതിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം തട്ടുകൾ വെച്ച് വലിയ തീയിൽ തന്നെ ആദ്യം വേവിക്കുക. പുറത്തേക്ക് ആവി നല്ലോണം വന്നതിന് ശേഷം 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേവിച്ചെടുക്കുക. ആ സമയത്ത് നല്ലോണം വെന്തിരിക്കും. തുറന്ന് നോക്കുമ്പം കാണാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഈർക്കിലോ അല്ല ടൂത്ത് പിക്കോ കുത്തി നോക്കുക, അകം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ സ്പൂണ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്നും ഇളക്കി മാറ്റാവുന്നതാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കത്തുമില്ല, കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ സ്പൂണ് കൊണ്ട് ഓരോരോ അപ്പം ഇഡ്ഡലി പ്ലേറ്റിൽ നിന്നും ഇളക്കിയെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരവുമാണ്, നല്ല സ്വാദുമാണ്. കിണ്ണനപ്പം എന്നും പറയാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വീറ്റപ്പം പറയാം. എണ്ണമയം ഒന്നുമില്ലാതെ നമുക്ക് പൊരിക്കേണ്ട ആവശ്യമില്ല, ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റാണ്, നല്ല മൃദുവായിട്ടുള്ള ഈ അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.